നമസ്കാരം. ഇറാൻ ഒമാൻ കപ്പൽ ഗതാഗത ധാരണ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ലോകം വീണ്ടും ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വൻ ദുരന്തത്തിന്റെ തൊട്ടരികിൽ വരെ എത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് പക്ഷേ ഒരു പൂർണ്ണ നാഗരികത തന്നെ തകർന്ന് തരിപ്പണമാകേണ്ടതായിരുന്നു എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അമേരിക്കൻ വ്യോമസേനയും നാവികസേനയും അവരുടെ എക്കാലത്തെയും വലിയ പ്രതിരോധ വ്യൂഹങ്ങളുമായി മിഡിൽ ഈസ്റ്റിലേക്ക് കുതിച്ചുയർന്നു. ബട്ടൺ അമർത്താൻ ട്രംപിന്റെ വിരലുകൾ തയ്യാറായ ആ നിമിഷം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ആ ആക്രമണത്തിൽ നിന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് പിന്മാറുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ശത്രു രാജ്യങ്ങൾ ഞെട്ടിവിറച്ച ആ മണിക്കൂറുകളിൽ വൈറ്റ് ഹൗസിനുള്ളിൽ നടന്നത് എന്താണ്? ഒരു വശത്ത് ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും തകിടം മറിക്കുന്ന ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം, മറുവശത്ത് ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾ ചാരമാക്കുമെന്ന ട്രംപിന്റെ പരസ്യമായ ഭീഷണി. പക്ഷേ അന്ത്യനിമിഷത്തിൽ ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് മാറി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് അമേരിക്കയുടെ തന്ത്രപരമായ വിജയമാണോ, അതോ ചൈനയും ഇറാനും വിരിച്ച വലിയൊരു ആഗോള കെണിയിൽ ട്രംപ് പെട്ടുപോയതാണോ? തിങ്കളാഴ്ച ആരംഭിക്കുന്ന ഈ പുതിയ ചർച്ചകൾക്ക് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ എന്താണ്? ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ പൂർണ്ണമായും കാണുക. കാരണം ലോകരാഷ്ട്രീയത്തിൽ ഭാവി നിർണയിക്കുന്ന വലിയൊരു സത്യമാണ് നമ്മൾ ഇന്ന് തുറന്നു കാട്ടാൻ പോകുന്നത്. കാര്യങ്ങൾ അത്ര ലളിതമല്ല എന്ന് മനസ്സിലാക്കാൻ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ അറിയണം. കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച ഈ ഭൗമരാഷ്ട്രീയ യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ്. ലോകത്തിന്റെ ക്രൂഡ് ഓയിലിന്റെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും ഏകദേശം 20% കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ വഴിയാണ് ഹോർമുസ് കടലെടുക്ക് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കടലെടുക്ക് ഇറാൻ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയതോടെ ആഗോള ഊർജ മേഖലയിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടായിരുന്നു. ട്രംപ് ഭരണകൂടം ഇതിനോട് പ്രതികരിച്ചത് കടുത്ത ഭാഷയിലുമായിരുന്നു. സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഒരു പൂർണ്ണ നാഗരികത തന്നെ നശിക്കുമെന്ന് അമേരിക്ക പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ പവർ പ്ലാന്റുകളും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ചർച്ചകളും പരാജയപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇങ്ങനെയാണ്: രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കണ്ടിട്ടില്ലാത്തത്ര സൈനിക ശക്തിയോടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് നേരെ തിരിച്ചടിക്കാൻ US സജ്ജമാണ് എന്നതായിരുന്നു അത്. യഥാർത്ഥത്തിൽ ഇറാന്റെ അടിസ്ഥാന ഊർജ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർത്തുകൊണ്ട് അവരെ സാമ്പത്തികമായി തളർത്താനായിരുന്നു വാഷിംഗ്ടണിന്റെ പദ്ധതി. എന്നാൽ അന്താരാഷ്ട്ര നിയമ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തരം ആക്രമണങ്ങൾ യുദ്ധക്കുറ്റത്തിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അത് എന്തായിരുന്നു എന്നറിയാമോ? ഇറാന്റെ ആക്ടിംഗ് പ്രതിരോധ മന്ത്രി മജീദ് ഇബിൻ അൽ റസ അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി നൽകി. അത് മനഃശാസ്ത്രപരമായ യുദ്ധമാണെങ്കിൽ പോലും ശത്രുക്കളിൽ നിന്നുള്ള ഓരോ ഭീഷണിയെയും ഞങ്ങൾ യാഥാർത്ഥവും വിശ്വസനീയവുമായി തന്നെ കാണുന്നു. ഞങ്ങൾ ഒരിക്കലും അപ്രതീക്ഷിതമായി പിടിക്കപ്പെടുകയോ നിഷ്ക്രിയമായിരിക്കുകയോ ഇല്ല. അതായത് അമേരിക്കൻ വ്യോമാക്രമണത്തെ നേരിടാൻ ടെഹ്റാൻ പൂർണ്ണ സജ്ജമായിരുന്നു എന്നർത്ഥം. പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒരു പുതിയ നീക്കം അവിടെ നടന്നു. വിമാനങ്ങൾ പറന്നുയരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സഖ്യരാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. എയർഫോഴ്സ് വണ്ണിൽ വെച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് തന്നെ ആ രഹസ്യം വെളിപ്പെടുത്തിയിരുന്നു. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE, ഖത്തർ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രധാന പങ്കാളികൾ ഇവരൊക്കെ ഒന്നടങ്കം ട്രംപിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ വാരാന്ത്യത്തിൽ ആക്രമണം നടത്തരുതെന്ന്, ചർച്ചകൾക്ക് ഒരു അവസരം കൂടി നൽകണമെന്ന്. എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തി? ഉത്തരം വളരെ വ്യക്തമാണ്. ഇറാനെതിരെ ഒരു വലിയ യുദ്ധം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. ഹോർമുസ് കടലെടുക്ക് എന്നേക്കുമായി അടയ്ക്കപ്പെടുകയും എണ്ണ കയറ്റുമതി പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്യും. ഈ നയതന്ത്ര സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അമേരിക്ക ആക്രമണം പെട്ടെന്ന് റദ്ദാക്കിയതും തിങ്കളാഴ്ച മുതൽ, അതായത് ഇന്നു മുതൽ പുതിയ ചർച്ചകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചതും. ട്രംപ് ഇതിനെ തനിക്ക് അനുകൂലമായ ഒരു തന്ത്രമാക്കി മാറ്റി.
ആക്രമണത്തിന് തങ്ങൾ പൂർണ്ണമായും സജ്ജമാകുന്നത് കണ്ടുകൊണ്ട് തന്നെ അതിന്റെ വ്യാപ്തിയും പ്രത്യാഘാതവും ഇറാനും ലോകത്തിനും മനസ്സിലായിരുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തിങ്കളാഴ്ച രാവിലെ ഏഷ്യൻ വിപണിയിൽ ആഗോള ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഇടിഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4.5% കുറഞ്ഞ ബാരലിന് $83.98 US ട്രേഡഡ് ഓയിൽ വിലയും $80.74 എത്തിയിരുന്നു. ഇത് താൽക്കാലികമായെങ്കിലും സാമ്പത്തിക രംഗത്ത് ആശ്വാസം കൊണ്ടുവരാൻ അമേരിക്കക്ക് കഴിഞ്ഞതാണ്. എന്നാൽ ഈ ചർച്ചകളെ കുറിച്ചും കരാറുകളെ കുറിച്ചും ട്രംപ് ഇങ്ങനെ വീരവാദം പറയുമ്പോഴും ഇറാൻ അവിടെ മറ്റൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. US പ്രതിനിധികളെ നേരിട്ട് സ്വീകരിക്കാനോ വാഷിംഗ്ടണിലേക്ക് പ്രതിനിധികളെ അയക്കാനോ പദ്ധതിയില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം തുറന്നടിച്ചു കഴിഞ്ഞു. മുൻപത്തെ പോലെ മധ്യസ്ഥർ വഴിയുള്ള ചർച്ചകൾ മാത്രമേ നടക്കൂ. ഇതിനേക്കാൾ ഉപരി ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ സമ്മതിച്ചെന്ന ട്രംപിന്റെ അവകാശവാദത്തെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മയിൽ ബഗ്ഗായി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒമാനുമായി പുതിയ സമുദ്ര ഗതാഗത പാതയെക്കുറിച്ച് നടത്തുന്ന ചർച്ചകൾ കേവലം സാങ്കേതിക ക്രമീകരണം മാത്രമാണെന്നും അമേരിക്കയുടെ നാവിക ഉപരോധവും ശത്രുതാപരമായ നടപടികളും നിലനിൽക്കുന്നിടത്തോളം കാലം ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്നും ടെഹ്റാൻ വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വഴങ്ങില്ലെന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് ഇറാൻ ഇവിടെ നൽകുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ മറ്റൊരു വലിയ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. ട്രംപ് യഥാർത്ഥത്തിൽ സമാധാനത്തിന് വേണ്ടി പിന്മാറിയതാണോ അതോ അമേരിക്കയ്ക്കുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണോ ഈ പിന്മാറ്റം? വരാനിരിക്കുന്ന നവംബർ ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് അമേരിക്ക നീങ്ങുകയാണ്. നിലവിൽ അമേരിക്കയിൽ നടക്കുന്ന സർവേകൾ പരിശോധിച്ചാൽ ഇറാനുമായുള്ള ഈ യുദ്ധവും അതുണ്ടാക്കുന്ന സാമ്പത്തിക തകർച്ചയും അമേരിക്കൻ ജനതയ്ക്കിടയിൽ തന്നെ, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അനുഭാവികൾക്കിടയിൽ പോലും വലിയ അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പെട്രോൾ വില വർദ്ധിക്കുന്നതും ആഗോള സാമ്പത്തിക അസ്ഥിരതയും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന കൺസർവേറ്റീവ് തന്ത്രജ്ഞർ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആളുകളെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒരു കരാറിനുള്ള സാധ്യത തുറന്നു വെക്കുകയാണെന്നും ട്രംപ് പറയുമ്പോഴും അമേരിക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ ഇറാൻ തയ്യാറല്ല. ഇറാൻ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ വ്യക്തമാക്കിയത് സൈനിക നടപടിയിൽ നിന്ന് പിന്മാറാൻ ഇറാൻ ആവശ്യപ്പെട്ടു എന്ന ട്രംപിന്റെ അവകാശവാദം മറ്റൊരു കള്ളം മാത്രമാണ് എന്നാണ്. അമേരിക്ക ഒരു വശത്ത് ചർച്ചകൾ എന്ന് പറയുമ്പോഴും മറുവശത്ത് സൈനിക ഭീഷണി തുടരുകയാണ്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന, അതായത് ഇന്ന് ആരംഭിക്കുന്ന ഈ പുതിയ ചർച്ചകൾ ലോകത്തെ വീണ്ടും ഒരു മഹായുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുമോ അതോ ഇത് താൽക്കാലികമായി ശമിച്ച ഒരു കൊടുങ്കാറ്റ് മാത്രമാകുമോ? ട്രംപിന് ഒരു കരാറിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ ഒരു ബൃഹത്തായ ആക്രമണത്തിലേക്ക് അമേരിക്ക തുനിയുമോ? അങ്ങനെ സംഭവിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ അടിത്തറയിളക്കിയേക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത് ഒരു സമർത്ഥമായ നയതന്ത്ര നീക്കമാണോ അതോ ഇറാനും മറ്റ് സഖ്യരാജ്യങ്ങൾക്കും മുന്നിൽ അമേരിക്കൻ ശക്തി അല്ലെങ്കിൽ ട്രംപ് പരാജയപ്പെട്ടതാണോ? നിങ്ങളുടെ കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.